In this session, we are studying animal kingdom. Okay, we know there are enormous diversity of animals, right? So these organisms to study, we have to classify these organisms. So these organisms, it started classifying. Animals were started classifying by the scientist Aristotle. So we will say Aristotle is the father of animal taxonomy or animal classification. Okay, so Aristotle, how he classified the animals, animals were classified by Aristotle into two different types, that is anaima and enaima. Anaima is nothing but the organisms without red blood. Enaima is nothing but the organism with the red blood. Okay, so anaima means the organism which has red blood. Enaima, the organism which do not have red blood. Now, if we see these organisms, before starting that, I'll just say which are the different phylums and we have to study here. And then just but just phylums classify classification okay, so here anaima, it include porifera, cnidaria, ctenophora, platyhelminthes, aschelminthes, arthropoda, and this one mollusca, echinodermata and hemichordata. Only this chordata, it has the red blood. Okay, chordata, they will be having red blood as well as annelida. Chordatalum, annelidalum ആണ് red blood ഉള്ള. ബാക്കി എല്ലാത്തിനകത്തും എന്താണ് the without red blood ആണ്. That is anaima and enaima. Okay, now we will see the next classification. It was done by the scientists Storer and Usinger. ഇനി അടുത്ത ആൾക്കാരെ ക്ലാസിഫൈ ചെയ്തത് സ്റ്റോററും യൂസിഞ്ചർ, ഇങ്ങനെ രണ്ട് സയന്റിസ്റ്റ് ആണ്, സ്റ്റോറർ ആൻഡ് യൂസിഞ്ചർ. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ the whole animals they put in 31 phylums. ഇവരെന്ത് കണ്ടുപിടിച്ചു? 31 phylums കണ്ടുപിടിച്ചു. And in that we can see 10 major and 1 minor, 21 minor phylums. Okay, 10 major and 21 minor phylums. ഇനി ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന, ഞാൻ ഇവിടെ ഒരു 11 phylums എഴുതിയിട്ടുണ്ട്. ആ 11 phylums ആണ് നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. So here, according to Storer and Usinger classification, it is 31 phylums. അതിനകത്ത് 21 minor phylums ഉണ്ട്, 10 major phylums ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള 10 major phylum, ഒരു minor phylum മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. So I'll just show which are the phylums. I'll just give one example for it, such that it will be easy for you to remember. Porifera is the first phylum that includes sponges. Second one, cnidaria, that include hydra. And ctenophora that include a type of luminescence producing organism. An example for this ctenophora is pleurobrachia. Pleurobrachia എന്ന് പറയുന്ന ഒരു ഓർഗാനിസം, അത് മറൈൻ ഹാബിറ്റാറ്റിൽ മാത്രം കാണുന്ന ഒരു ഓർഗാനിസം ആണ്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് platyhelminthes എന്ന് പറഞ്ഞാൽ ടേപ്പ് വേം പോലത്തെ ഓർഗാനിസം. ഓക്കെ, പരന്നിരിക്കുന്ന വിരകളുണ്ടല്ലോ, അതാണ് platyhelminthes. ആസ്കെൽമിന്തസ് എന്ന് പറഞ്ഞാൽ റൗണ്ട് വേം പോലത്തെ ഓർഗാനിസം ആണ് ആസ്കെൽമിന്തസ്. അനലിഡ എന്ന് പറഞ്ഞാൽ മണ്ണിര, എർത്ത് വേം. പിന്നെ ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻസെക്ട്സും, അതുപോലെ സ്പൈഡർ, ക്രാബ്, പ്രോൺ, ഇതൊക്കെ വരുന്നത് ആർത്രോപോഡ ഫൈലത്തിലാണ്. മൊളസ്ക, നമ്മൾ ഈ കക്ക എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, പില ലൈക്ക് ഓർഗാനിസംസ്, അതിനാണ് മൊളസ്ക. അതേപോലെ ഒക്ടോപ്പസ് ഒക്കെ മൊളസ്കയിൽ വരുന്നതാണ് കേട്ടോ. എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നക്ഷത്ര മത്സ്യം, സ്റ്റാർ ഫിഷ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് എക്കിനോഡെർമേറ്റ. ഹെമികോഡേറ്റ എന്ന് പറയുന്നത് ഒരു മറൈൻ ഓർഗാനിസം ആണ്, അതും ഒരു വേം പോലത്തെ ഓർഗാനിസം ആണ്. ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് ബലാനോഗ്ലോസസ്. അത് ഈ നോൺ കോഡേറ്റയുടെയും കോഡേറ്റയുടെയും ഒരു ലിങ്ക് ആണ് കേട്ടോ. നോൺ കോഡേറ്റയിൽ നിന്ന് കോഡേറ്റയിലേക്ക് ഓർഗാനിസം ഇവോൾവ് ചെയ്തപ്പോൾ അതിന്റെ ഒരു ലിങ്കിങ് ടൈപ്പ് ഓഫ് ഓർഗാനിസം, അതായത് ആദ്യം ഇതിനെ ഈ കോഡേറ്റയിലൊക്കെ ആയിരുന്നു ഇട്ടായിരുന്നത്, പിന്നീടാണ് അതിനെ കോഡേറ്റ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇല്ല, അതേപോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളതെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന്
മാറ്റിയത്. അതേപോലെ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് കോഡേറ്റ. കോഡേറ്റ എന്ന് പറഞ്ഞാൽ നോട്ടോകോഡ് ഉള്ള ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഹ്യൂമൻ ബീങ്സ്. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഫൈലംസ്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ 11 ഫൈലം പറഞ്ഞു. അതിനകത്ത് ഒരു ഫൈലം ഇറ്റ് ഈസ് മൈനർ ഫൈലം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടീനോഫോറ. ആ ടീനോഫോറ എന്ന് പറയുന്ന ഫൈലം അല്ലെങ്കിൽ പ്ലൂറോബ്രാക്കിയ എന്ന് പറയുന്ന എക്സാമ്പിൾ പറഞ്ഞ ഫൈലം ഉണ്ടല്ലോ, അത് എന്താന്ന് വെച്ചാൽ ഒരു മൈനർ ഫൈലാണ്. ബാക്കിയെല്ലാം എന്താണ്? മേജർ ഫൈലംസ് ആണ്. അപ്പൊ സ്റ്റോററും യൂസിഞ്ചറും ക്ലാസിഫൈ ചെയ്തത് ആനിമൽസ് ഇൻറ്റു 31 ഫൈലംസ്, 21 മൈനർ ആൻഡ് 10 major phylum. In that 10 major phylum and 1 minor phylum we need to study, and that has been represented in the right side of this board. Okay, this much is clear, I guess. Now we will see the basis of classification. എങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഒരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്നാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ ഞാൻ ബ്ലൂ എങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കുറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വിച്ച് ഈസ് കൺസിഡറിങ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം. ഓരോന്നും നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് അറേഞ്ച്മെന്റ് ഓഫ് സെൽസ്. ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ ദ ഫസ്റ്റ് ക്യാരക്ടർ വിച്ച് ഈസ് കൺസിഡർഡ്, that is the arrangement of cells. Arrangement of cells we can see here the arrangement of cells, in that we can see the body level of organization. എങ്ങനെയാണ് ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണ്, അതായത് ബോഡിയുടെ കോംപ്ലക്സിറ്റി എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ arrangement of cells in that particular organism we are studying. There are different types of arrangement of cells in the body of an organism. That may be a group of cells which is arranged, which will do independently its own function. അതായത് ഓരോ സെല്ലും കുറെ സെൽസ് ക്ലസ്റ്റർ ചെയ്തിട്ട് ഒരു ഓർഗാനിസം ഉണ്ടാവും. ആ ഓർഗാനിസത്തിലെ കുറെ സെൽസ് ആണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. Then the next, if we see some organism in that a group of cells join together to do a general function, ഒരു കോമൺ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് സെൽസ് ജോയിൻ ചെയ്തിട്ടായിരിക്കും കാണുക. അപ്പൊ അതിനകത്ത് ടിഷ്യൂസ് ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് വിൽ പെർഫോം എ കോമൺ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ടിഷ്യൂ. അപ്പൊ നമുക്ക് ടിഷ്യൂ ചില ഓർഗാനിസത്തിൽ അവരുടെ ബോഡി ഉണ്ടാക്കിയേക്കുന്ന ടിഷ്യൂ കൊണ്ടാണ് മനസ്സിലാക്കാം. Then after that we can see the tissues, it is arranged together to make an organ. Tissues organ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതും കാണാം. That is like, see, if we are seeing different types of tissues join together to form a particular organ. Example, heart ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, പെരിട്ടോണിയം എന്ന് പറയുന്നത്, അതായത് പെരികാർഡിയം എന്ന് പറയുന്നത്, അതായത് ഹാർട്ടിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ഔട്ടർ പോർഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് എപ്പിത്തീലിയൽ ടിഷ്യൂ. അതേപോലെ മസ്കുലാർ ടിഷ്യൂ ഉണ്ട്, മയോകാർഡിയം എന്ന് പറഞ്ഞാൽ ഹാർട്ട് മസിൽ ആണ് അല്ലെ. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ബ്ലഡ് ടിഷ്യൂ ഈസ് ദർ ഓർ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കണക്റ്റീവ് ടിഷ്യൂ. അപ്പൊ ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഗൻ നോക്കി കഴിഞ്ഞാൽ കുറെ തരത്തിലുള്ള ടിഷ്യൂസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ചിലപ്പോൾ അതിന്റെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും? ഓർഗൻ കൊണ്ടായിരിക്കും. അതേപോലെ പല ഓർഗൻസും കൂടിയിട്ട് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാവാം. അതിന് എക്സാമ്പിൾ ആണ് ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, അങ്ങനെ പല ഓർഗൻ സിസ്റ്റം കൊണ്ട് ഒരു ബോഡി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ there are different arrangement of cells in the body. It may be arranged as a loose aggregate of cell, it may be arranged as tissues, it may be arranged as organs, it may be arranged as organ system. അപ്പൊ നമ്മൾ ഇതിനകത്ത് പല ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ we can see, that is cellular level of body organization, tissue level of body organization, organ level of body organization, organ system level of body organization. Now if we see this different category, we can just see which are the examples for this. See here, cellular level of body organization, porifera, sponges ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ ടിഷ്യൂ ഒന്നുമില്ല. There are different types of cells present in those organism. Example, പൈനാക്കോഡം, കൊയാനോഡം എന്നൊക്കെ പറഞ്ഞിട്ട് പല ലെയർ സെൽസ് കാണും. അതിനകത്ത് കൊയാനോസൈറ്റും പൈനാക്കോസൈറ്റ്സും ഒക്കെയാണ് അവർ ഓരോരോ ഫങ്ഷൻസ് ചെയ്യുന്നത്. കൊയാനോസൈറ്റ്സ് ഒരു ഫങ്ഷൻ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ കുറേ സെൽസ്, വേറെ അഡീഷണൽ സെൽസ് ഉണ്ടാവും. തീസോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ
ആർക്കിയോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ തരത്തിലുള്ള സെൽസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഓരോ തരത്തിലുള്ള സെല്ലും ഓരോരോ ഫംഗ്ഷൻ ആയിരിക്കും അവർക്ക് ചെയ്യുക. സോ ഹിയർ ദ ലൂസ് സെൽ ആഗ്രിഗേറ്റ് ബോഡി പ്ലാൻ ഓർ സെല്ലുലാർ ബോഡി പ്ലാൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ കേസ് ഓഫ് പോറിഫെറ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ എന്താണ്? പോറിഫെറ. പോറിഫെറ ഈസ് an example for cellular level of body organization. ഇനി നെക്സ്റ്റ് വൺ if we see tissue level of body organization. Tissue level of body organization നമ്മൾ നോക്കിയാൽ ഏതിനകത്താണ് tissue level of body organization നോക്കിയാൽ we can see that is present in Cnidaria as well as it is present in Ctenophora. അവർക്കൊന്നും ഓർഗൻ ഇല്ല. A group of cells join together and it will perform a particular function that is nothing but the tissue. അപ്പോൾ tissue level of body organization it is present in Cnidaria and Ctenophora. നൈഡേറിയയിലും അതേപോലെ ടീനോഫോറയിലുമാണ് ടിഷ്യൂ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ നമ്മൾ കാണുന്നത്. Now if we see organ level of body organization we can see it in Platyhelminthes. See here Ctenophora കഴിഞ്ഞിട്ട് അടുത്ത ഫൈൽ ഏതാണ്? Platyhelminthes ആണ് അല്ലേ? So here we can see organ level of body organization it is present in Platyhelminthes. And organ system level of body organization we can see from Aschelminthes till the കോഡേറ്റ. ആസ്കെൽമിന്തസ് മുതൽ കോഡേറ്റ വരെ നമുക്ക് എന്തേ കാണാൻ പറ്റൂ? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ്. ആസ്കെൽമിന്തസ് ടു കോഡേറ്റ. ഓക്കെ. Now ഈ കോംപ്ലക്സിറ്റി ഓഫ് ദ ബോഡി നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ വന്നു കഴിഞ്ഞു അല്ലേ? ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള ഓർഗാനിസം അതിനെ നമുക്ക് അതേപോലെ തന്നെ ഈ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ബോഡി ഓർഗനൈസേഷൻ ഉള്ള ഓർഗാനിസത്തിനും അതിൻ്റെ ബോഡിയുടെ ഉള്ളിലുള്ള ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ ആ ബോഡിയുടെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ അത് ഡിഫറെന്റ് ടൈപ്പിലുണ്ടാവും. ഒന്നുപോലെ ദേ വിൽ ബി ഹാവിങ് ദ ബോഡി പ്ലാൻ ഇറ്റ് വിൽ ബി ഹാവിങ് എ സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ. ഇത് നമ്മൾ ബോഡി പ്ലാൻ അനുസരിച്ച് എങ്ങനെയാണ് ആ ബോഡി പ്ലാൻ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സിറ്റി ഇപ്പൊ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ടാണല്ലോ സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോഡി പ്ലാൻ ഈസ് ഓൾസോ ദെയർ. അപ്പൊ ഞാനിവിടെ ബോഡി പ്ലാൻ വെച്ചിട്ട് ഏതൊക്കെ തരത്തിലുള്ള ബോഡി പ്ലാൻ ആണ് നമ്മുടെ ആനിമൽ കിങ്ഡത്തിൽ കാണുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ബോഡി പ്ലാൻ അനുസരിച്ച് വി ക്യാൻ ക്ലാസിഫൈ ദ ഓർഗാനിസംസ് ഇൻ ടു ഡിഫറെന്റ് ടൈപ്സ് ആസ് See here cell aggregate body plan. Cell aggregate body plan എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം cell aggregate body plan ഏതിനകത്താണ് ഉള്ളത്? പോറിഫെറയിലാണ് ഉള്ളത് അല്ലേ? പോറിഫെറയിൽ a group of or cluster of cells it join together to perform a function. Cluster of cells it will perform independently their function എന്ന് പഠിച്ചത്. അപ്പോൾ the cellular cell aggregate body plan it is present in porifera. So it is present in porifera and we can see the next one it is blind sac body plan. ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് അവർക്ക് അവരുടെ ബോഡിക്ക് ഒരൊറ്റ ഓപ്പണിംഗ് മാത്രമേ കാണുള്ളൂ. അതായത് അവർക്ക് ഒരു ആനസും മൗത്തും എല്ലാം ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെയാണ് അവരുടെ ബോഡി ഒരു സാക്ക് പോലെ ഇരിക്കും, ഒരു ചാക്ക് പോലെ ഇരിക്കുന്ന ബോഡി ആയിരിക്കും അവരുടെ. ദാറ്റ് ക്യാൻ ബി സീൻ ഇൻ ദ കേസ് ഓഫ് നൈഡേറിയ ടീനോഫോറ. അതേപോലെ തന്നെ വി ക്യാൻ സീ it is seen in the case of Platyhelminthes. Platyhelminthes-ലും ഇതേപോലെ തന്നെയാണ് കേട്ടോ. So here we can see blind sac body plan is present in Cnidaria to Platyhelminthes. നൈഡേറിയ മുതൽ പ്ലാറ്റിഹെൽമിന്തസ് വരെ നമ്മൾ നോക്കിയാൽ ഇവരെ ബോഡി പ്ലാൻ വന്നിട്ട് എ ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ ആയിരിക്കും. അവർക്ക് ഒരൊറ്റ ഓപ്പണിംഗ് ഉണ്ടാവുള്ളൂ, ഒരു സാക്ക് പോലെ ആയിരിക്കും അവരുടെ ബോഡി. അവർക്ക് ഏനസും മൗത്തും കൂടി ഒന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ വി വിൽ സീ ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ട്യൂബ് വിത്തിൻ എ ട്യൂബ് ബോഡി പ്ലാൻ. ഇനി അടുത്ത ഒരു ബോഡി പ്ലാൻ ആണ് ട്യൂബ് വിത്തിൻ എ ട്യൂബ് ബോഡി പ്ലാൻ. Tube within a tube body plan in that we can see mouth and anus separately. മൗത്തും ഏനസും രണ്ട് ഓപ്പണിംഗ് ഉണ്ടാവും. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ ആസ്കെൽമിന്തസ് മുതൽ കോഡേറ്റ വരെ എന്താണ് ഈ പറയുന്ന ട്യൂബ് വിത്തിൻ എ ട്യൂബ് ബോഡി പ്ലാൻ ആണ്. ട്യൂബ് വിത്തിൻ എ ട്യൂബ് ബോഡി പ്ലാൻ. ദാറ്റ് മീൻസ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇറ്റ് ഈസ് കംപ്ലീറ്റ്. ഇതിന്റെ കേസിലോ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് ഇൻകംപ്ലീറ്റ്. They do not have a digestive system. Here it is digestive system is incomplete. Here it is digestive system is complete. അപ്പൊ ഈ ട്യൂബ് വിത്തിൻ എ ട്യൂബ് ബോഡി പ്ലാൻ ഇറ്റ് ഈസ് സെയിൻ ഫ്രം ദ ആസ്കെൽമിന്തസ് ടിൽ കോഡേറ്റ. ആസ്കെൽമിന്തസ് മുതൽ കോഡേറ്റ വരെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ട്യൂബ് വിത്തിൻ എ
ട്യൂബ് ബോഡി പ്ലാൻ. നമ്മൾ ഈ ഹ്യൂമൻ എംബ്രിയോണിക് ഡെവലപ്മെന്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ഒരു സ്റ്റേജ് ഉണ്ട്, ഗ്യാസ്ട്രുല ഫോർമേഷൻ. ഗ്യാസ്ട്രുല ഫോർമേഷനിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ക്യാവിറ്റി ഫോം ചെയ്യുന്നുണ്ട്. എന്താ അത്? ദാറ്റ് ഈസ് കോൾഡ് ആസ് ഗ്യാസ്ട്രോസീൽ അല്ലെ. ആ ഗ്യാസ്ട്രോസീൽ അല്ലെങ്കിൽ ആർക്കെന്ററോൺ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അതിനകത്ത് ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രക്ചറിന്റെ ഫസ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്നാ പറഞ്ഞത്? അതിന്റെ ബ്ലാസ്റ്റോപോറിന്നാണ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ബ്ലാസ്റ്റോപോറിന്ന് ഉണ്ടാകുന്ന രണ്ട് ഓപ്പണിംഗ് ഉണ്ട്. ഒന്ന് ഏനസ് ആയിരിക്കാം, ഒന്ന് മൗത്ത് ആയിരിക്കാം. അത് ഒന്നുപോലെ ഏനസ് അല്ലെങ്കിൽ മൗത്ത്, മനസ്സിലായി? രണ്ടും കൂടി ഒരുമിച്ച് ഒരൊറ്റ ഓപ്പണിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആർക്കെന്ററോണിന്റെ ഫസ്റ്റ് ഓപ്പണിംഗ് എന്താണ്? ബ്ലാസ്റ്റോപോർ ആണ്. ആ ബ്ലാസ്റ്റോപോർ ഒന്നുപോലെ മൗത്ത് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഏനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് ഡെവലപ്പിംഗ് ആസ് മൗത്ത്, ദോസ് കൈൻഡ് ഓഫ് ഓർഗാനിസം ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രോട്ടോസ്റ്റോമേറ്റ്. അപ്പൊ നമ്മൾ ഈ ട്യൂബിത്തിന്റെ ട്യൂബ് ബോഡി പ്ലാനിൽ നമുക്ക് പ്രോട്ടോസ്റ്റോംസിനെ കാണാം. പ്രോട്ടോസ്റ്റോം in that we can see the blastopore is developed as mouth. അങ്ങനത്തെ ഓർഗാനിസത്തിൽ മൗത്ത് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാകുന്നത്. ബ്ലാസ്റ്റോപോർ is developed as mouth. Blastopore form as mouth, that is seen in certain organism, and it is seen from Aschelminthus till mollusk. Aschelminthus മുതൽ mollusk വരെ എന്താണ്? പ്രോട്ടോസ്റ്റോമേറ്റ് ആണ്. പ്രോട്ടോസ്റ്റോം സ്റ്റൈലിലാണ് അല്ലെങ്കിൽ പ്രോട്ടോസ്റ്റോം രീതിയിലാണ് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോം ചെയ്യുന്നത്. അവരുടെ മൗത്ത് ആയിരിക്കും ആദ്യം ഫോം ചെയ്യുക കേട്ടോ. സോ ഹിയർ Aschelminthus till Aschelminthus to mollusca is example for this, and we can see in some organism as echinodermata, hemichordata and chordata. അവർക്ക് എങ്ങനെയായിരിക്കും വെച്ചാൽ ബ്ലാസ്റ്റോപോർ എന്ന് പറയുന്ന ആർക്കെന്ററോണിന്റെ ഫസ്റ്റ് ഓപ്പണിംഗ് that will be developed in the form of anus. അപ്പൊ ഈ പറയുന്ന എക്കിനോഡർമേറ്റയിലും ഹെമികോഡേറ്റയിലും കോഡേറ്റയിലും ആദ്യം ഫോം ചെയ്യുന്ന എന്താണ്? ഏനസ് ആണ് ഫോം ചെയ്യുന്നത്. മൗത്ത് അത് കഴിഞ്ഞിട്ടേ ഫോം ചെയ്യുള്ളൂ. സോ ബ്ലാസ്റ്റോപോർ വിൽ ബി ഡെവലപ്ഡ് ആസ് ഏനസ് ഇൻ ദ കേസ് ഓഫ് ഡ്യൂട്ടറോസ്റ്റോമേറ്റ്. That arrangement is called as deuterostome. Anus blastopore develop as anus. ബ്ലാസ്റ്റോപോർ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? ഏനസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. ദോസ് കൈൻഡ് ഓഫ് ഓർഗാനിസത്തില് ദാറ്റ് ഈസ് സീൻ ഫ്രം എക്കിനോഡെർമേറ്റ ടു ഹെമികോഡേറ്റ. എക്കിനോഡെർമേറ്റ മുതൽ ഹെമികോഡേറ്റ വരെയാണ് ആ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കാണാം. ഇപ്പൊ മനസ്സിലായോ? കോംപ്ലക്സിറ്റി അനുസരിച്ച് ഹൗ ദ ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള കോംപ്ലക്സിറ്റി അനുസരിച്ച്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെല്ലുലാർ ബോഡി ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ ആ ബോഡി പ്ലാൻ നോക്കിയാൽ ചിലപ്പോൾ സെൽ ആഗ്രിഗേറ്റ് ബോഡി പ്ലാൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് പോറിഫെറ. ബ്ലൈൻഡ് സാക് ബോഡി പ്ലാൻ ആയിരിക്കും. അവരുടെ ബോഡി ഒരൊറ്റ ക്യാവിറ്റി മാതിരി ആയിരിക്കും. അതിനൊരൊറ്റ ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. മൗത്തും ആനസും ഒക്കെ ഒന്ന് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് സീൻ ഫ്രം നൈഡേറിയ ടിൽ പ്ലാറ്റിയൽമിന്തസ്. ഇനി നോക്കിയാൽ മറ്റു ഓർഗാനിസം, അത് കഴിഞ്ഞിട്ടുള്ള ഓർഗാനിസത്തിനൊക്കെ ട്യൂബ് വിത്തിൻ എ ട്യൂബ് ബോഡി പ്ലാൻ ആണ്. അതായത് മൗത്തും ആനസും സെപ്പറേറ്റ് ആയിട്ട് കാണും. ദാറ്റ് വിൽ ബി ഹാവിങ് എ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള ഓർഗാനിസം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ നമ്മൾ പഠിച്ച് ഹ്യൂമൻ എംബ്രിയോണിക് ഡെവലപ്മെന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഗ്യാസ്ട്രുല എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഗ്യാസ്ട്രുല ഫോർമേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആർക്കെന്ററോൺ അല്ലെങ്കിൽ ഗ്യാസ്ട്രോസീൽ അതെങ്ങനെയാണ് ഗ്യാസ്ട്രിക് ക്യാവിറ്റി ആയിട്ട് അല്ലെങ്കിൽ എലിമെന്ററി കനാലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന അതിന്റെ ഫസ്റ്റ് സ്റ്റേജ്. കംപ്ലീറ്റ് ഡെവലപ്മെന്റ് നമുക്ക് പഠിക്കേണ്ട, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട. അതുകൊണ്ട് അതിന്റെ ആ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഓപ്പണിംഗ് എന്താണ്, ആ ഫസ്റ്റ് ഓപ്പണിംഗ് എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ പറഞ്ഞ ബ്ലാസ്റ്റോപോർ ഇറ്റ് വിൽ ബി ഡെവലപ്ഡ് ഇൻ ദ ഫോം ഓഫ് ആനസ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഞാൻ പറയണത് ഹിയർ ഇൻ സം ലോവർ ഓർഗാനിസം blastopore it can be developed in the form of mouth, and some organism it will be developed in the form of anus. അപ്പൊ മൗത്ത് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ പ്രോട്ടോസ്റ്റോംസ് എന്ന് പറയും. അത് ആനസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഡ്യൂട്രോസ്റ്റോംസ് എന്ന് പറയും. ദിസ് ഇസ് ഓൾ അബൌട്ട് ദ കോംപ്ലക്സിറ്റി ഓഫ് the organism. According to that the organisms are classified. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് അതിനകത്ത് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്യാരക്ടർ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, അപ്പൊ നമ്മൾ അറേഞ്ച്മെന്റ് ഓഫ് സെൽസ് വെച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും പറഞ്ഞു. Now we are going to study about the body symmetry. I'm rubbing this one. Okay.
next one which we are seeing, the next character which we are considering for the classification, that is body symmetry. In the body symmetry എന്ന് പറയുന്നത് how the body of organism can be divided into two equal halves. ബോഡി സിമെട്രി അനുസരിച്ച് നമുക്ക് ഓർഗാനിസത്തിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ലൈക്ക് എസിമെട്രി, റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. ഓക്കെ, എസിമെട്രിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി ഒരു തരത്തിലും രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആസ് എസിമെട്രിക്കൽ ഓർഗാനിസം. Asymmetry, it is seen in those organisms where cell aggregate body plan is there. Cell aggregate body plan ഏത് ഓർഗാനിസത്തിലാണോ ഉള്ളത് അവരുടെ ബോഡി നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഏത് പ്ലെയിനിൽ കൂടെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മൾ എസിമെട്രിക്കൽ ബോഡി സിമെട്രി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് seen in porifera. It is seen in porifera. Then the next one, it is radial symmetry. അടുത്ത എന്താണ്? റേഡിയൽ സിമെട്രി. റേഡിയൽ സിമെട്രി നമ്മൾ നോക്കിയാൽ ഓർഗാനിസംസ് ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ ഹാഫ്സ് ത്രൂ എനി പ്ലെയിൻ. ഓക്കെ, അതിന്റെ ഏത് പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്താലും ബട്ട് ഇറ്റ് ഹാസ് ടു പാസ്, ദ ഡിവിഷൻ ഹാസ് ടു പാസ് ത്രൂ ദ സെന്റർ ആക്സിസ്. ഓക്കെ, അതിന്റെ സെന്റർ ആക്സിസിൽ കൂടെ പോകണമെന്നേ ഉള്ളൂ. അത് ഏത് പ്ലെയിനിൽ വേണമെങ്കിലും നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് സീൻ ഇൻ ദ കേസ് ഓഫ് നൈഡേറിയ. ഈ റേഡിയൽ സിമെട്രി നമുക്ക് നൈഡേറിയയിൽ കാണാൻ പറ്റും, അതേപോലെ നമുക്ക് ടീനോഫോറയിൽ കാണാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഓർഗാനിസം എക്കിനോഡെർമേറ്റയിലും കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ NCERT. ലൈക്ക് ദിസ് ടീനോഫോറ എന്ന് പറയുന്ന ഓർഗാനിസം നമ്മൾ പറഞ്ഞു. ടീനോഫോറ എന്ന് പറയുന്നത് ടിഷ്യൂ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷനിലുള്ള ഒരു ഓർഗാനിസം ആണ്. മറൈൻ ഹാബിറ്റാറ്റിൽ കാണുന്ന ബോൾ പോലെ ഇരിക്കുന്ന ഒരു ഓർഗാനിസം ആണ്. ബയോലൂമിനിസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ആ ഓർഗാനിസത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു കുറെ സിലിയറി കോംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് ലോക്കോമോഷന് വേണ്ടിയിട്ട് കുറെ കോംപ്ലേറ്റ്സ്, 8 കോംപ്ലേറ്റ്സ് ഉണ്ട് അവരുടെ ബോഡി സർഫസിൽ. അപ്പൊ അതിനെയൊക്കെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെയും ഡിവൈഡ് ചെയ്യാം, ഇങ്ങനെയും ഡിവൈഡ് ചെയ്യാം. അങ്ങനെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബൈ റേഡിയൽ സിമെട്രി എന്നാണ്. നമ്മളിപ്പോ NCERT ലെവലിൽ റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ആക്ച്വലി ബൈ റേഡിയൽ സിമെട്രി. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 equal halves through 2 planes, not more than 2 planes. That is biradial symmetry. Now in the case of echinodermata, നമുക്കറിയാം സ്റ്റാർഫിഷിന് എത്ര ട്യൂബ് ഫീറ്റ് ഉണ്ട്? 5 ട്യൂബ് ഫീറ്റ് ഉണ്ട് അല്ലെ. ഈ 5 ട്യൂബ് ഫീറ്റ് കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 equal halves through 5 planes. 5 പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ആസ് പെന്റാമറസ് റേഡിയൽ സിമെട്രി. അപ്പൊ ഇതിന് എന്ത് പറയും? പെന്റാമറസ് റേഡിയൽ സിമെട്രി. ദിസ് വിൽ ഷോ പെന്റാമറസ് റേഡിയൽ സിമെട്രി. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയാല് ഹിയർ ഇൻ ദ കേസ് ഓഫ് എക്കിനോഡെർമേറ്റയുടെ കേസിൽ അവരെ ലാർവ വന്നിട്ട് ബൈലാറ്ററൽ സിമെട്രിക്കൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവരെ ലാർവയ്ക്ക് ഈ പറയുന്ന ഒരു എന്താ പറയുക റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ എക്സാക്ട് ആയിട്ട് നമുക്ക് 5 പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല സ്റ്റാർഫിഷിന്റെ ലാർവേനെ നമ്മൾക്ക് ബൈലാറ്ററൽ സിമെട്രിക്കൽ ആയിട്ട്, അതായത് അതിന് 2 equal halves ആയിട്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ ഹിയർ ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ബൈലാറ്ററൽ സിമെട്രി. അപ്പൊ റേഡിയൽ സിമെട്രി ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ നൈഡേറിയ, ടീനോഫോറ ആൻഡ് എക്കിനോഡെർമേറ്റ. നൈഡേറിയയിലെ എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം, ഹൈഡ്രയെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. കാരണം ഹൈഡ്ര ഒന്നുപോലെ സിലിണ്ടറിക്കൽ ഫോമിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ അംബർല ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അതിന് ഏത് പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്താലും നമുക്ക് 2 equal halves കിട്ടും. ടീനോഫോറനെ നമ്മൾ 2 പ്ലെയിനിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിന് 8 കോംപ്ലേറ്റ്സ് ഉണ്ട്. ആ കോംപ്ലേറ്റ്സ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനലിയും അതുപോലെ തന്നെ ട്രാൻസ്പോസിലെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 പ്ലെയിനിൽ അതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ബൈ റേഡിയൽ സിമെട്രി. ഇതെങ്ങനെയാന്ന് വെച്ചാൽ എക്കിനോഡെർമേറ്റ എങ്ങനെയാന്ന് വെച്ചാൽ അതിന് 5 ട്യൂബ് ഫീറ്റ് ഉണ്ട്. ഈ 5 ട്യൂബ് ഫീറ്റും വഴിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ പെന്റാമറസ് റേഡിയൽ സിമെട്രി ആയിരിക്കും അതിന്. അതിന്റെ ലാർവൽ സ്റ്റേജിൽ വന്നിട്ട് അഡൽട്ട് ഓർഗാനിസം മാത്രമാണ് റേഡിയൽ സിമെട്രി കാണിക്കുള്ളൂ. ലാർവൽ സ്റ്റേജസ് ഇറ്റ് വിൽ ബി ഷോയിങ് ബൈലാറ്ററൽ സിമെട്രി. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ radial symmetry. Now we are going to see the next type of body symmetry, that is bilateral symmetry. ഞാനത് മാച്ച് പറഞ്ഞു കേട്ടോ, എനിക്ക് അടുത്ത് എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മാച്ച് പറഞ്ഞത്. So the next one, it is bilateral symmetry. Bilateral symmetry in which we can see the organism's body can be divided into 2 equal halves through only 1 plane. അത് ഏതൊക്കെ ഓർഗാനിസത്തിലാന്ന് വെച്ചാൽ പ്ലാറ്റി ഹെൽമിന്തസ് മുതൽ we can see till mollusca, and we can see in the case of hemichordata and chordata also we can do the same thing.
അതായത് except echinodermata from platyhelminthes all phylums we can divide its body into two equal halves through one plane, that is showing bilateral symmetry. Okay, ഞാനിവിടെ രണ്ട് ഇതായിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓർത്തിരുന്നാൽ മതി, ഈ എക്കിനോഡെർമേറ്റ മാത്രം പെൻഡാമറസ് റേഡിയൽ സിമെട്രി കാണിക്കുന്നുണ്ട് അതിന്റെ അഡൽട്ട് സ്റ്റേജിൽ. പക്ഷെ ബാക്കി ഓർഗാനിസംസ്, അതായത് ബാക്കി പ്ലാറ്റിഹെൽമിന്തസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ ഓർഗാനിസംസും ബൈലാറ്ററൽ സിമെട്രി. അതേപോലെ എക്കിനോഡെർമേറ്റ പറയുമ്പോഴും നമ്മൾ ഓർത്തിരുന്നോളാം, ലാർവൽ സ്റ്റേജിൽ വന്നിട്ട് ബൈലാറ്ററൽ സിമെട്രിയാണ് അത് കാണിക്കുന്നത് കേട്ടോ. നൗ ദ നെക്സ്റ്റ് ക്യാരക്ടർ വിച്ച് വി ഹാവ് ടു സ്റ്റഡി, ദാറ്റ് ഈസ് ദ nature of coelom. Nature of coelom പറയുന്നതിന് മുമ്പ് നമുക്ക് what to say, diploblastic and triploblastic arrangement of cells we have to see, that we will study in the next session. Okay.